എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ ബെല്ല ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബിഗ് ബോസിൽ നടന്ന എന്താണ്? ജിസേലിനെ ആര്യനെ കുറിച്ച് അനുമോള് ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണോ പറഞ്ഞു. എന്താണ്? പുതപ്പിനടിയിൽ വെച്ചിട്ട് ജിസേലും ആര്യനും തമ്മിൽ കിസ് ചെയ്തെന്നോ അങ്ങനെ എന്തോ അനുമോള് കണ്ടെന്നുള്ളത്. അവളത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവളെ ഞാൻ ലൈവിൽ കണ്ടതാണ് കേട്ടോ. ആര്യൻ അവള് നടന്നു പോയപ്പം അവളെ തെറി പറഞ്ഞു, അവളുടെ അമ്മയ്ക്ക് പറഞ്ഞു. അന്നേരമാണ് അവൾ പറഞ്ഞത് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഞാനത് പറയാത്തതാണ്, നിങ്ങളുടെ രണ്ടുപേരെ ലൈഫ് ഓർത്തിട്ട് പറയാത്തതാണെന്ന് പറഞ്ഞു. അന്നേരം എല്ലാവരും പറഞ്ഞു നീ കണ്ടു തുടങ്ങി, നീ പറയണം എന്നുള്ളത്. അപ്പൊ അനുമോള് പറഞ്ഞത് അന്ന് അവരുടെ എല്ലാവരുടെയും സാധനങ്ങൾ കൊടുത്ത ദിവസം ഇവളുടെ കിറ്റ് ആര്യൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു. അത് നിവിനോട് ആര്യൻ പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് രാത്രി അനുമോൾ അത് ചോദിക്കാനെ കൊണ്ട് ആര്യൻ കിടക്കുന്ന ബെഡിന്റെ അടുത്ത് പോയപ്പം ഈ ആര്യനും ജിസയിലും പുതപ്പൊക്കെ തലേക്കട മൂടി കിടക്കുകയായിരുന്നു. അവിടെ എന്തോ ഇതുണ്ടായിരുന്നു. നമുക്ക് ലൈവ് കാണുന്ന നമ്മളൊരു പൊട്ടന്മാരല്ല. ചിലരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ലൈവ് ഞാൻ കണ്ടതാണ്. അങ്ങനെ ഇവള് ചോദിച്ചു, കഴിഞ്ഞിട്ട് ഇവിളിഞ്ഞ് വന്നു. അത്രയും ദിവസം അവളത് പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ പുറത്തുനിന്ന് വന്ന ഇപ്പൊ മസ്താനിയോ അങ്ങോട്ട് പറഞ്ഞു നമ്മളെല്ലാവരും ഇത് ലൈവിൽ കണ്ടതാണ്. അന്നേരമാണ് അവളത് ഉറപ്പിച്ചിട്ട് ഇപ്പൊ അത് പുറത്ത് പറഞ്ഞത്. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ ഈ നാണക്കേട് മറക്കാനെ കൊണ്ട് ഇവൻ അടുത്ത പറഞ്ഞുണ്ടാക്കി അനുമോളും എന്നെ വളയ്ക്കാനെ കൊണ്ട് നടന്നു, എൻ്റെ കാലിൽ അങ്ങനെ തൊട്ടു, ഇങ്ങനെ തൊട്ടു, അങ്ങനെ ചെയ്തു. അതിനെ ഏറ്റുപിടിക്കാൻ നല്ല ഒന്നാം തരം വിഷമായിട്ടുള്ള ബിന്നി അതിൻ്റെ കൂടുന്നു. ശരിയാണ്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. അപ്പം ഇപ്പം ചിന്തിക്കണം, അനുമോൾ അന്ന് അവിടെ സ്വേച്ഛാധിപതിയുടെ ആ ഒരു ടൈമിൽ നടന്ന ആ ഒരു ഡിബേറ്റിൽ അനുമോൾ പറഞ്ഞു 23 വയസ്സുള്ള ആര്യനോട് 30 വയസ്സുള്ള എനിക്ക് എന്തിന് പ്രേമം തോന്നാനാണെന്നുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളത് ഇവൻ പലപ്പോഴും അനുമോളുടെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ശ്രമിച്ചിട്ടുള്ളതല്ലാതെ ഇവളായിട്ട് അങ്ങോട്ട് പോയിട്ട് അവനോടൊരു കാര്യത്തിന് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇന്ന് അവിടെ നടന്നത് ഇത്രയും കാര്യങ്ങളാണ്. എന്താണെങ്കിലും അന്നത്തെ രാത്രി ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.